അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എന്തായാലും എല്ലാവരും മറ്റുള്ളവരുടെ സഹായത്തോടുകൂടിയല്ലേ ചെയ്യാൻ പോകുന്നത്. അതെ. കാരണം നമ്മളിപ്പോ എന്തായാലും എന്ത് ഡിജിറ്റൽ വന്നാലും ശരി, എല്ലാം സാധാരണക്കാർക്ക് പറ്റില്ല. സാധാരണക്കാർക്ക് നമുക്ക് എന്തായാലും അത് അവർക്ക് അപ്ലൈ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് സാങ്കേതിക പരിജ്ഞാനം ഇല്ലല്ലോ. പക്ഷേ വിദ്യാഭ്യാസമുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഇത് നല്ലത് തന്നെയാണ്. കാരണം എന്ത് കാര്യത്തിലും സംഗതി വേഗം തീരുമാനമാവും. നമുക്ക് ഒരു ഡിലേ വരുന്നില്ല. എന്ത് കാര്യങ്ങളും. പക്ഷേ ഈ പൈസ വരെ ഫോണിലേക്ക് മാറുന്ന സിറ്റുവേഷൻ, പൈസ ഫോണിലേക്ക് മാറാൻ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ബസ്സിലൊക്കെ ഓടിച്ചാടി കയറി കഴിയുമ്പോൾ ഗൂഗിൾ പേ ഉണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ബസ്സിൽ കയറും. പക്ഷെ ചിലർ അന്നേരം അവർ പറയും അവരുടെ ഗൂഗിൾ പേ ഇല്ലെന്ന് പറയും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഭാവിയിൽ ഡിജിറ്റൽ ഇന്ത്യ, അതായത് ലോകം മുഴുവൻ ഡിജിറ്റലിലേക്കാണ് പോകുന്നത്. കിട്ടാതെ വരുന്നുണ്ട്. കിട്ടാതെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കയറിയിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പൈസ സാധനം മേടിച്ച് അവരങ്ങ് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കയറിയിട്ടില്ല. ബുദ്ധിമുട്ടാണ്. നമുക്കൊരു അപേക്ഷ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു സഹായത വേണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് ഒരു ഓർഡർ പിടിക്കണം. അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. എല്ലാം മൊബൈലിന്റെ കൂടെ ആരായിട്ട് യോജിക്കുന്നില്ല. ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാത്തവർ ഒരുപാട് ജനങ്ങളുണ്ടാവുമല്ലോ. ഒരുപാട് അവരപ്പോ എന്താ ഈ സാക്ഷരത കൊണ്ടുവന്നു. പക്ഷെ ഡിജിറ്റൽ എന്ന് വെച്ചാൽ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യും? ഒരുപാട് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 90 വയസ്സുള്ളവർ അവരെന്ത് ചെയ്യും? അതൊക്കെ നമ്മള് ബുദ്ധിമുട്ടല്ലേ? അത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഞാനും പറയണ ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മോശമെന്നല്ല പറഞ്ഞത്, എന്നാലും ബുദ്ധിമുട്ട് തന്നെയായിട്ടാണ് കാണുന്നത്. അത് ഒരു വിഭാഗം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വിഭാഗം വിദ്യാഭ്യാസമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി വരുന്നില്ല. പ്രായമായവർക്കിപ്പം ഇപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഇപ്പൊ എല്ലാം ഓൺലൈനും കൊണ്ട് ഇതിലൊക്കെ ആണല്ലോ. പിന്നെ അവർക്ക് കുറച്ചും കൂടെ ഒരു അറിവ് ഇതുകൊണ്ട് മറ്റവർക്ക് ഇപ്പൊ ആരെങ്കിലും സഹായത്തിലാണല്ലോ ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ ചിലർക്ക് അറിയത്തില്ല, പലപ്പോഴും കുറവുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ട് കുറച്ചും കൂടെ എഴുതാനും പഠിക്കാനൊക്കെ കുറച്ചും കൂടെ ഇത് കിട്ടും. അത് ഞാൻ നോക്കിയിട്ട് അതേ കാണും. ബുദ്ധിമുട്ട് തന്നെ. കാരണം ഈ പൈസ ഇപ്പം അത് ഞെക്കുമ്പോ പോയി ഒന്നും അറിയാത്ത ഇത് തന്നെ ഇപ്പം പലർക്കും തെറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ ഉള്ളത് ചിലർക്ക് അറിയുന്നില്ല, മൊബൈൽ ഞെക്കാൻ അറിയുന്നില്ല. ഒരുപാട് താമസങ്ങളാണ് ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ തന്നെ പൈസ തരാൻ വേണ്ടിയിട്ട് തന്നെ. അതിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതിലോട്ട് പോയുമ്പോൾ അത് അതിലും വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ആ കുറച്ച് പറവ് ഉള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പ്രായമായവർക്കൊന്നും അതുകൊണ്ട് ഒരു ഗുണം, പിള്ളേർക്ക് ഇപ്പം അതുകൊണ്ടുള്ള ഏത് കുട്ടികൾക്കാണ്. ഇപ്പൊ മൊബൈലാണെങ്കിൽ തന്നെയും പ്രായമുള്ളവർക്ക് അത്ര കിട്ടുന്നില്ലല്ലോ. വലിയ കുട്ടികൾക്ക് അതുകൊണ്ട് മെച്ചം വരും, മറ്റവർക്ക് അതുകൊണ്ട് കാണുന്നില്ല വലിയ കാര്യമായിട്ട്. പ്രായവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ പറ്റിയൊന്നും അറിയാത്തവർക്ക് ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമ്മളെ പോലത്തെ പ്രായമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. സാഹചര്യമുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അറിയാത്തത് ചെയ്യും, നമുക്ക് അറിയില്ലല്ലോ അതിനെ പറ്റി. ആ മടിയോട് യോജിക്കുന്നില്ല. എന്തുകൊണ്ടാ നമ്മൾക്ക് പോലത്തെ അറിയില്ല. വിദ്യാഭ്യാസമുള്ളവർക്ക് അവർക്കൊക്കെ അറിയാം, നമുക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. എനിക്ക് അതിനോട് യോജിപ്പില്ല. എന്തുകൊണ്ടാ? അത് തട്ടിപ്പല്ലേ എന്നാ എനിക്ക് തോന്നണ കേട്ടോ. എനിക്ക് ഇപ്പോ പ്രായമായതുകൊണ്ട് ഒന്നാമത്തെ എന്റെ കൈ വരയ്ക്കും, കണ്ണിന് വോൾട്ടേജും കുറവ്. അപ്പൊ ഇങ്ങനെയുള്ള ഞാനിപ്പോ ബാങ്കിൽ പോയി കഴിഞ്ഞാല് അവിടെ ആരെങ്കിലും വന്ന് അവരോട് കൊണ്ടായി പൂരിപ്പിക്കല് കാര്യങ്ങള്. ഞാൻ ബാങ്കിൽ പോയിട്ട് വരും. മുഴുവനായിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാവരും അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നമ്മൾ പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളായുള്ള വിദ്യാഭ്യാസം കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അത് നടക്കും തോന്നുന്നില്ല, അത് ശരിയല്ല. അങ്ങനെ പറയാൻ കാരണം നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പൈസ നമ്മൾ വേറൊരാൾക്ക് പിന്നെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അത് പോകണില്ല. അതിലെന്തൊക്കെയോ ഇതുണ്ട്. അപ്പൊ എല്ലാ രീതിക്കും ഡിജിറ്റൽ ആവുന്നതിനെ കുറിച്ച് എല്ലാത്തിലും അത് ശരിയാകുന്നില്ല എന്നാ പറയുന്നത്. ചിലതൊക്കെ ശരിയാകുന്നുണ്ടാവും, ചിലത് ശരിയാകുന്നില്ല. ഇതിൽ ഒരുപാട് പൈസ നമ്മളിപ്പോ 5000 അങ്ങ് ഇട്ടിട്ട് അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല, അതിനെ കുറിച്ചുള്ള ഒരു ഇതില്ല, ഒരു ഐഡിയ ഇല്ല. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പൈസ കയ്യിൽ വരണം. ഇത് ഇപ്പൊ അവരും ഞാനൊക്കെ വലിയ ഐഡിയ ഉള്ള പോലെ അല്ല.